ഹായ് ഓൾ, ഞാൻ ഈ പാട്ടിൽ ടൂർ ഇസ്താൻബുൾ പ്രോഗ്രാമിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗോൾഡൻ ഹോൺ ആൻഡ് ബോസ്ഫറസ് ഒരു ബോട്ടിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇസ്താംബുളിൽ ഉള്ള ഒരു ഹിസ്റ്റോറിക് വാട്ടർവേ ആണ് ഗോൾഡൻ ഹോൺ. അതൊരു റിവർ മാത്രമല്ല, ഒരു നാച്ചുറൽ ഹാർബറും കൂടെയാണ്, വിച്ച് സ്ട്രെച്ചസ് അബൌട്ട് 7.5 കിലോമീറ്റേഴ്സ് ഇൻ ടു ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. അത് മാത്രമല്ല, അതൊരു മെയിൻ സെൻറ്റർ ഫോർ ഷിപ്പ് യാർഡ്സ്, പോർട്സ് ആൻഡ് ട്രേഡ്. ആൻഡ് ഈ പ്ലേസ് ഈ സൺസെറ്റ് ടൈമിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് അവിടുത്തെ പേര് ഗോൾഡൻ ഹോൺ എന്ന് വന്നത്. ഇപ്പോൾ ഈ കാണുന്ന ബ്രിഡ്ജില്ലേ, ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് ഗലാത്ത ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൽ കുറേ ഫിഷിങ്, പിന്നെ കുറേ സ്ട്രീറ്റ് ഫുഡ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇത് ഞങ്ങളുടെ ടൂർ ഗൈഡ് പറഞ്ഞു തന്നതാണ്. കാരണം ഞങ്ങൾ ഇതൊന്നും നേരിട്ട് കാണാനുള്ള സമയം ഉണ്ടായില്ല. അതിന് അവിടെ ഒരു ഫേമസ് സ്ട്രീറ്റ് ഫുഡിൻ്റെ കാര്യം പറഞ്ഞു. ബാലിക് എക്മെക്, അതൊരു ഫിഷ് സാൻഡ്വിച്ചാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു വാവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഇസ്താംബുൾ ഇസ് ദി ഓൺലി സിറ്റി ഇൻ ദ വേൾഡ് ദാറ്റ് സ്പ്രെഡ്സ് അക്രോസ് 2 continents, that is Asia and Europe. Okay, sir. Now you can see the Asia. Look at your right. This is Asia. We are in Europe. Behind of us is Europe. Across of us is Asia. So the tower, there is a big tower. It's a Çamlıca Tower. For communication, radio, television, all the signals connected in there. On the left, there is one more mosque with 6 minarets. Yeah, Çamlıca Mosque, 6 minarets. It is not an old mosque. Just the Bosphorus. If you stay in Peninsula Hotel. So basically, നമ്മൾ ആ ഗലാറ്റ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ യു ആർ ട്രാവലിംഗ് ബിറ്റ്വീൻ 2 continents ഇൻ എ മിനിറ്റ്. Any ship, any commercial ship, if they want to go Black Sea, there is no way except this. Does not matter from America, Russia, China, does not matter. Even Singapore, Indonesia, if they want to go Black Sea, we have only one way, this one. That's why Istanbul is extremely important. Okay. Expensive and most beautiful hotel in Istanbul. This 4 seasons. This building, there are 2 towers. Asia. We are in the Asia. അങ്ങനെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ്. അതൊരു പാലസിൻ്റെ അടുത്തുള്ള ഒരു കഫറ്റേരിയ, അങ്ങനത്തെ ഒരു ഷോപ്പിലാണ് പോകുന്നത്. ബൈ ദ വേ, ഞാൻ പറയാൻ മറന്നുപോയി, ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഒക്കെ ഫ്രീ ആണ്. നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വാങ്ങി കഴിച്ചാൽ മാത്രമേ നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇതായിരുന്നു ലഞ്ച്. ഇത് റെസ്റ്റോ കഫേൻ്റെ ബാക്കിലുള്ള വ്യൂ ആണ്. ഇറ്റ് വാസ് വെരി പ്രിറ്റി ടു സീ, അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തത്. സോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡോളും മപ്പാച്ചെ പാലസ്. ഇത് ഇവിടുത്തെ നല്ല ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പാലസാണ്. ആൻഡ് ദേ ഹാവ് മെയിൻറ്റെയിൻഡ് ഇറ്റ് വെരി വെൽ.
ഞാനിപ്പോൾ കാണിച്ച ഫോൺ പോലത്തെ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഓരോ സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസറിൻ്റെ അവിടെ ഓരോ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ ഈ ഫോണിൽ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഓൾ ഇൻഫർമേഷൻ റിഗാർഡിങ് ദാറ്റ് എന്താണെങ്കിലും. പാലസിൻ്റെ ഉള്ളിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവിടെ റെക്കോർഡിങ് അങ്ങനെയൊന്നും പാടില്ല. ഫോട്ടോസോ റെക്കോർഡിങ്സ് ആർ ബാൻഡ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം ഇതിൽ ആഡ് ചെയ്തു. ദേ ഹാവ് മെയിൻറ്റെയിൻഡ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് വെരി വെൽ. പുറത്ത് തന്നെ നമുക്ക് നിന്നിട്ടൊക്കെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ലൈക്ക് ദ ഗാർഡനും ആൻഡ് ബീച്ച് സൈഡും കൂടെയാണല്ലോ. സോ ദാറ്റ്സ് എ റാപ്പ്. അങ്ങനെ ഞങ്ങളുടെ ബസ്സൊക്കെ വന്നു. അങ്ങനെ ടൂർ ഇസ്താംബുൾ പ്രോഗ്രാം ഒഫീഷ്യലി എൻഡ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലെത്തി. ഞാൻ കുറച്ച് ടൈറ്റ് സ്കെഡ്യൂൾഡായിരുന്നു. കാരണം 6 o'clock ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തെങ്കിൽ എനിക്ക് 8:30 ഫ്ലൈറ്റ്. സോ ഓവറോൾ പറഞ്ഞാൽ ടൂർ ഇസ്താംബുൾ വാസ് എ റിയലി നൈസ് എക്സ്പീരിയൻസ് ഫോർ മീ. ഇതുപോലൊരു ലേ ഓവർ ടൈമിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആൻഡ് ഇത് ഫ്രീ ആണ്, സേഫ് ആണ് ആൻഡ് പ്രോപ്പർലി ഓർഗനൈസ്ഡും കൂടെയാണല്ലോ. ആൻഡ് എനിക്ക് വളരെ ഇഷ്ടമായി. ആൻഡ് ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് യു ടു ഗിവ് എ ട്രൈ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. അങ്ങനെ ഡൽഹി എത്തി 2-2.5 വർഷത്തിന് ശേഷം ഫൈനലി. നല്ല ഉറക്കം ആയിരുന്നു കേട്ടോ. കയറിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഡൽഹി എത്തുന്ന വരെ ഞാൻ ഉറക്കമായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയത് ഞാൻ ഫ്ലാറ്റായി. എന്താ ഫുഡ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഉറക്കം അത്ര അതുപോലെ പോയായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ നല്ല ടയേർഡാണ്. ഇന്നത്തെ ഫ്ലൈറ്റിലാണോ ഒന്ന് ഉറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് ദോശ, കുറച്ച് ഏർലി ബ്രേക്ക്ഫാസ്റ്റ്. 6:45. ഇനിയിപ്പം എനിക്ക് 11:30 കോയമ്പത്തൂരിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. കാരണം നല്ല നേരത്തെ ഇവിടെ ലാൻഡ് ചെയ്തു. 5:30 ലാൻഡ് ചെയ്യേണ്ടത് 4:45 ലാൻഡ് ചെയ്തു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 5 മണിയായി. 2 മണിക്കൂറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 11:30 ആണല്ലോ. അപ്പോൾ അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കണമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. സോ ഞാൻ നല്ല ഉറക്കക്ഷീണത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചത്തൊക്കെ ഇരിക്കുന്നത്. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഉറക്കമൊന്നും ഒട്ടും കറക്റ്റ് അല്ലായിരുന്നു. ഉറക്കം മാത്രമല്ല, ഫുഡ്, വെള്ളം കുടി. ഞാനൊന്ന് പോയി ഫ്രഷായി റെഡിയായി. എന്നിട്ട് ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ടാവുകയും ചെയ്തു. അപ്പോഴേക്കും സത്യത്തിൽ ഞാൻ ഈ വ്ളോഗ് എൻഡിങ് നേരെ എടുത്തിട്ടില്ല. കാരണം ഞാൻ അത്രയും ടയേർഡ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്ന ഒരു ഗോൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻഡിങ് ഇസ് നോട്ട് ദാറ്റ് ഗുഡ്. ഞാൻ ജസ്റ്റ് കോയമ്പത്തൂർ എയർപോർട്ട് വരെയാണ് എൻ്റെ മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ ബൈ ആൻഡ് സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വ്ളോഗ്.